അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമദാനിലെ ഓരോ നോമ്പിലൂടെയും നമ്മൾ പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ചില അനുഗ്രഹങ്ങൾ നോമ്പ് നോൽക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് മനസ്സിലാക്കൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് ഈ ഒരു മാസത്തിൽ, റമദാൻ മാസത്തിൽ, ഇസ്ലാം മതം സ്വീകരിച്ച മുസ്ലിമീങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് ഞാനിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. അങ്ങനെ ആ നോമ്പ് നിർബന്ധമാക്കിയ നോമ്പ് അത് ഒരു വിശ്വാസി നോൽക്കുകയാണ് എങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആയേക്കാമെന്നാണ്. അപ്പോൾ ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ഇതിനു മുമ്പുള്ള സമുദായത്തിന് നോമ്പ് നിർബന്ധമാക്കിയതുപോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള സമുദായത്തിന് നോമ്പ് നിർബന്ധമാക്കിയതുപോലെയാണ് എന്ന് പറയുമ്പോൾ ആ നോമ്പിൻ്റെ സ്വഭാവം, അതിൻ്റെ രീതി, ഇതെല്ലാം ഒരേപോലെയാണ് എന്നാണോ? അതല്ല എന്നാണ് പണ്ഡിതന്മാർ തെളിവുകൾ സഹിതം വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടത്തിലായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മൗലികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, പഠിപ്പിച്ചിട്ടുള്ള ചില തത്വങ്ങളുണ്ട്. അത് പൂർവ്വ സമുദായങ്ങൾക്കും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായങ്ങൾക്കും അത് ഒരേപോലെയാണ്. മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ നോമ്പ് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ നോമ്പെന്ന് പറയുന്ന ആ ഒരു ആരാധന അത് പൂർവ്വ സമുദായങ്ങളിലുമുണ്ട്. പക്ഷേ അതിൻ്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിധികൾ അത് വ്യത്യസ്തമാകാം എന്നർത്ഥം. ഖുർആനിൽ സൂറത്ത് മാഇദയിൽ 48-ാമത്തെ സൂക്തത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വ മിൻഹാജ, നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമക്രമവും കർമ്മമാർഗവും നാം ഏർപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള സമുദായവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തന്നിട്ടുള്ള കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും. മുഹമ്മദ് നബിയുടെ സമുദായത്തിന് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് മുമ്പുള്ള സമുദായത്തിനും നിസ്കരിക്കാൻ വേണ്ടി അവർക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സ്വഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാകും എന്നതാണ്. ആ വ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം അനുഗ്രഹമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിൻ്റെ ഒരു 1-2 ഉദാഹരണങ്ങൾ പറയുകയാണ് എങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നതിന് മുമ്പ് ഫലസ്തീൻ പ്രദേശത്തേക്ക് നിയോഗിച്ച ഇസ്രായേൽ സന്തതികളിലേക്ക് നിയോഗിച്ച
പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ആ കാലഘട്ടത്തിൽ അവർ അനുഷ്ഠിച്ചിരുന്ന നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരം പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണമായിട്ടുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതെന്താ? ഈസാ നബി അലൈഹിസ്സലാമിയുടെ ഉമ്മ മറിയം ബീവി, അവർ ഈസാ നബി അലൈഹിസ്സലാമിയെ ഗർഭം ധരിച്ചതിന് ശേഷം ബത്ലഹേം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാറി താമസിക്കുന്നുണ്ട്. എന്താണ് മാറി താമസിക്കാനുള്ള കാരണം? ഒരു പിതാവിൻ്റെ സ്പർശനമില്ലാതെ വളരെ അത്ഭുതകരമായിട്ടുള്ള രൂപത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാമിയുടെ ജനനം. സാധാരണക്കാരായിട്ടുള്ള ഏതൊരാളും പൊതുവിൽ വിശ്വസിക്കാൻ ഒരു പ്രയാസം കാണിക്കുന്ന ഒരു വിഷയമായിരിക്കും. പിതാവില്ലാതെയാണ്, ഒരു പുരുഷൻ്റെ സ്പർശനമില്ലാതെയാണ് മറിയം ബീവി ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആളുകളുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ടുള്ള ഒരു സുഖപ്രസവത്തിന് വേണ്ടി ആ പ്രദേശമൊന്ന് അല്പം മാറി ബത്ലഹേം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മറിയം ബീവി താമസം മാറ്റുകയാണ്. അവിടെ വെച്ചുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിയെ പ്രസവിക്കുകയാണ്. ആ കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മറിയം ബീവി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ജനങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുക എന്നുള്ളത്. ജനങ്ങൾ ഈ ചോദ്യം ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതിന് മറുപടി പറയേണ്ടി വരും. അന്നേരം ആ മറുപടി പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വിഷയങ്ങൾ ഇതൊക്കെ ഖുർആനിലെ 19-ാമത്തെ അധ്യായമായ സൂറത്ത് മറിയമിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ മറിയമിനോട് ആവശ്യപ്പെടുന്നത് ആ കുട്ടിയുടെ നേരെ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുട്ടി സംസാരിച്ചോളുമെന്ന്. അതൊരു വലിയ അത്ഭുതമായിക്കൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പ്രകടിപ്പിക്കുന്ന ഒന്നാമത്തെ അത്ഭുതമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വിഷയം ഇതാണ്. തൻ്റെ മാതാവിൻ്റെ മാതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം. ആ ചോദ്യം ചെയ്യലിൽ അവർ പിഴച്ചു പ്രസവിച്ചതല്ല, നേരെ മറിച്ച് വളരെ അത്ഭുതകരമായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമായിരുന്നു അവരുടെ ആ ഒരു പ്രസവം എന്നുള്ളത്, തനിക്ക് ജന്മം നൽകിയ ആ അവസ്ഥ എന്നുള്ളത്. അത് ഈസാ നബി അലൈഹിസ്സലാം തന്നെ തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിച്ചു കൊണ്ട് വ്യക്തമാക്കിയതായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ ഇത് സംബന്ധമായിട്ടുള്ള ചരിത്രം വിശദീകരിക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമയുമായി അല്ലെങ്കിൽ കൈക്കുഞ്ഞുമായിട്ട് മറിയം ബീവി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഫൈമ്മ തറയിന്ന മിനൽ ബശരി അഹദ, ഇനി നീ മനുഷ്യരിൽ ആരെയെങ്കിലും കാണുന്ന പക്ഷം ഫഖൂലി, അന്നേരം ഇപ്രകാരം പറഞ്ഞേക്കുക എന്ന്. എന്താ പറയേണ്ടത്? ഇന്നി നദർതു ലിറഹ്മാനി സൗമ, പരമകാരുണ്യകന് വേണ്ടി ഞാൻ ഇന്നൊരു നോമ്പ് നോറ്റിയിരിക്കുകയാണ്. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, അതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ ആരുമായിട്ട് സംസാരിക്കുകയില്ല എന്ന്. ഈ വിഷയം, അതായത് ജനങ്ങൾ ഇത് സംബന്ധമായിട്ടൊരു ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ആദ്യം പറയാൻ പറഞ്ഞത് എന്താ? ഞാൻ ഇന്ന് നോമ്പ് നോറ്റിയിരിക്കുകയാണ്, ഞാൻ ഇന്ന് ആരോടും സംസാരിക്കുകയില്ല എന്ന്. ഈ ആയത്തിൻ്റെ അല്ലെങ്കിൽ ഈ സൂക്തത്തിൻ്റെ വിശദീകരണത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വിശദീകരണമായിക്കൊണ്ട് പണ്ഡിതന്മാരൊക്കെ അവിടെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കാണാൻ സാധിക്കും. കൃത്യമായ പ്രമാണങ്ങളോട് കൂടിയിട്ട് ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണമൊക്കെ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ നോമ്പ് നോൽക്കുമ്പോൾ സംസാരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് നോമ്പുകാരിയാണ്, ഇന്നേ ദിവസം ഞാൻ ആരുമായിട്ടും സംസാരിക്കുകയില്ല എന്ന് മറിയം ബീവി ജനങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ്? അതും നമുക്ക് ആ വിശദീകരണത്തിൽ കാണാം. അത് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കൊണ്ടായിരുന്നു മറിയം ബീവി ഈ ഒരു വിഷയം ജനങ്ങളോട് സംസാരിച്ചത് എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഒരു നോമ്പുകാരിയായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് നോമ്പിന് ഭംഗം വരുത്തുന്നതാണ് എന്ന് പറയുമ്പോൾ അത് ആ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശരീഅത്തിൽ, അവരുടെ നിയമത്തിൽ അള്ളാഹു അങ്ങനെയാണ് നോമ്പിനെ അവർക്ക് വിധിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്, ഈ ഒരു സമുദായത്തിന് വലിയ ഒരു അനുഗ്രഹമായിക്കൊണ്ട് നോമ്പ് നോൽക്കുന്ന സമയത്ത് സംസാരിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ളത്
അതൊരു അനുഗ്രഹമായി കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. എന്നാൽ സംസാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹ്, ആരെങ്കിലും അനാവശ്യ വർത്തമാനങ്ങളും അനാവശ്യ പ്രവർത്തനങ്ങളും വർജിക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബഹു, അയാൾ തൻ്റെ ഭക്ഷണമോ അയാൾ തൻ്റെ പാനീയമോ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നോമ്പുകാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ മ്ലേച്ഛമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിലേക്ക് കടന്നു പോകാൻ പാടില്ല, അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകാൻ പാടില്ല. അങ്ങനെ അനാവശ്യ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിക്കൊണ്ടാണ് ഒരാൾ നോമ്പ് നോൽക്കുന്നത് എങ്കിൽ ആ നോമ്പിന് യാതൊരു ഫലവുമില്ല, ഒരു ഗുണവും ഉണ്ടാവുകയില്ല. നോമ്പിനെ ന്യൂനതകൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിഷയത്തെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, മുഹമ്മദ് നബിക്ക് മുമ്പുള്ള സമുദായത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിയുടെ കാലഘട്ടത്തിൽ നോമ്പ് നോൽക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയം ഒരു റുഖ്സയായിക്കൊണ്ട്, ഒരു ഇളവായിക്കൊണ്ട് ഈ ഒരു ഉമ്മത്തിന് അനുവദിക്കപ്പെടുകയാണ്. പക്ഷേ ആ അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അവിടെ അതിർലംഘിക്കാതെ വളരെ ശുഭകരമായിട്ടുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഒരു നോമ്പുകാരൻ സംസാരത്തിലും പ്രവർത്തനത്തിലും കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ള ഒരു പാഠം ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനിയോ അടുത്ത വിഷയം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സമുദായത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു അനുഗ്രഹം, അത് ബറാ റളിയല്ലാഹു അൻഹു വേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ആ ഹദീസിൽ പറയുന്നത്? ആദ്യ നാളുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അവർ നോമ്പ് നോറ്റിരുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്, ഒരാൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആ നോമ്പ് തുറക്കാനുള്ള ആ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ശേഷം പിന്നീട് ഉറങ്ങിപ്പോവുകയാണ് എങ്കിൽ അവരുടെ ആ ഒരു നോമ്പ് പിന്നീട് അവർ തുടരണം. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. അങ്ങനെ ഖൈസ് റളിയല്ലാഹു അൻഹു, ഖൈസ് ബിൻ സിർമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം കാണാം. അദ്ദേഹം നോമ്പുകാരനായി വീട്ടിലേക്ക് വരുന്നു. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ്. ആ സമയം നോമ്പ് തുറക്കേണ്ട സമയത്ത് ഭാര്യയോട് വീട്ടിൽ കഴിക്കാൻ എന്താണ് ഉള്ളത് എന്ന് അന്വേഷിച്ചപ്പോൾ കാര്യമായിട്ട് കഴിക്കാൻ അവിടെ ഒന്നുമില്ല. അപ്പോൾ ആ ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഖൈസ് റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ പുറത്തുപോയി അന്വേഷിച്ചിട്ട് ഭക്ഷണവുമായിട്ട് വരാമെന്ന്. അങ്ങനെ ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോഴേക്കും ക്ഷീണം കാരണം ഖൈസ് റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. ഇനി അവരെ സംബന്ധിച്ച് വീണ്ടും അവിടെ ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ല. പിറ്റേ ദിവസം ആ നോമ്പ് തുടർന്ന് നോമ്പ് തുറക്കുന്നത് വരെ അങ്ങനെ കഴിയണം. അദ്ദേഹം ഈ സ്വഹാബി അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഈ ഒരു അനുയായി പിറ്റേ ദിവസം ജോലി ചെയ്യുന്നതിനിടയിൽ നട്ടുച്ച സമയത്ത് ബോധരഹിതനായിക്കൊണ്ട് വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ, ഇതുപോലെയുള്ള പല പ്രയാസങ്ങൾ മറ്റു സഹാബികളും അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു വിവരം പ്രവാചകൻ്റെ അടുക്കൽ പോയിക്കൊണ്ട് സംസാരിക്കുകയാണ്. അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അന്നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ സൂക്തം അവതരിപ്പിച്ചു കൊടുത്തു. ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസാഇക്കും, നോമ്പിൻ്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ തുടങ്ങി ആ വിഷയസംബന്ധമായിട്ട് പറഞ്ഞ് അവിടെ നമുക്ക് കാണാം, വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, കറുപ്പ് നൂലിൽ നിന്ന് പ്രഭാതമാകുന്ന വെള്ളനൂൽ നിങ്ങൾക്ക് പ്രത്യക്ഷമാകുന്നത് വരേക്കും നിങ്ങൾക്ക് ഇതെല്ലാം അനുവദനീയമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി കൊടുക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ നോക്കൂ, ഈ ഒരു വിഷയം അള്ളാഹു ഇങ്ങനെ ഒരു ഇളവ് നൽകാൻ കാരണം എന്താണ്? ഈ സമുദായത്തിൽപ്പെട്ട
ആളുകൾ അനുഭവിച്ച പ്രയാസങ്ങൾ, തുടക്ക കാലഘട്ടത്തിൽ അവരനുഭവിച്ച പ്രയാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഇതൊരു ഇളവായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചാൽ പിന്നെ കിടന്നുറങ്ങാനും തുടർന്ന് പിന്നീട് എഴുന്നേൽക്കാനും അള്ളാഹു അനുവദിക്കുന്നു. പിന്നീട് ആ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ നേരം വെളുക്കുന്നത് വരെ, പിന്നീട് നോമ്പുകാരനായിരിക്കുന്നത് വരെ ഭാര്യയുമായിട്ടുള്ള സംസർഗം അത് ആദ്യം അനുവദനീയമായിരുന്നില്ല, പിന്നീട് അത് അനുവദനീയമാക്കി. ഭക്ഷണ പാനീയങ്ങൾ അത് കുടിക്കാനും അത് കഴിക്കാനും ആദ്യം അനുവദനീയമായിരുന്നില്ല, പിന്നീട് അത് അനുവദനീയമാക്കി. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് തിരിച്ചറിയണം. എന്നാൽ ആ ഒരു അനുഗ്രഹത്തെ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിയാറുകൾക്ക് നൽകുന്ന ഇളവുകൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തൻ്റെ അടിമകൾക്ക് അള്ളയാണ് ആ ഇളവ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്രഷ്ടാവ് നൽകുന്ന ഇളവ് സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ റബ്ബിന് ഏറെ ഇഷ്ടമുള്ള ഒരു വിഷയമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേറെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്ന ഫിസ് സഹൂരി ബറക്ക, തീർച്ചയായിട്ടും അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെയും ഇത് സംബന്ധമായിട്ടുള്ള ഹദീസുകൾ കാണാം. ഇന്ന ഫസ്ല മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തുസ് സഹർ, നമ്മുടെ നോമ്പും വേദക്കാരായിട്ടുള്ള ആളുകളുടെ നോമ്പും അതിനിടയിലുള്ള വ്യത്യാസം, അതായത് ജൂത ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ നോമ്പും മുസ്ലിമീങ്ങളുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം, അത് അത്താഴവേളയിൽ ഭക്ഷണം കഴിക്കലാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ്റെ അനുയായിയായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്നു. ഇമാം അൽബാനി റഹിമഹുല്ലാ ആ ഹദീസ് പരിശോധിച്ചുകൊണ്ട് അത് ഹസനാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്സുഹൂറു അക്ലത്തും ബറക്ക, അത്താഴം കഴിക്കൽ അത് ബറക്കത്താണ്. ഫലാ തദഊഹു, അതുകൊണ്ട് അത്താഴം കഴിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ ഒഴിവാക്കി കളയരുത്. വലൗ അൻ യജ്റ അഹദുക്കും ജർഅതൻ മിൻ മാ, കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് എങ്കിലും, അല്പം വെള്ളം കുടിച്ചിട്ടാണ് എങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്നല്ലാഹ വൽ മലായികതഹു യുസല്ലൂന അലൽ മുതസഹരീൻ, അല്ലാഹുവും മലക്കുകളും അത്താഴം കഴിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അത്താഴം കഴിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് നന്മകൾ ചൊരിയുന്നുണ്ട്. അതുപോലെ തന്നെ മലക്കുകൾ ആ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നോക്കൂ, മുൻകാലങ്ങളിലുള്ള ഒരു ശീലമെന്ന് പറയുന്നത്, ഒരു സമ്പ്രദായമെന്ന് പറയുന്നത് അത്താഴം കഴിക്കലില്ല. നോമ്പ് നോൽക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളെല്ലാം ഈ ഒരു സമുദായത്തിന് ഇളവായി നൽകിക്കൊണ്ട്, ഒരു അനുഗ്രഹമായി നൽകിക്കൊണ്ട് റമദാൻ മാസത്തിൽ ആ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം അത്താഴം കഴിക്കാൻ വേണ്ടി ഏറെ പ്രോത്സാഹിപ്പിച്ചു. അത് ഏറെക്കുറെ ഒരു നിർബന്ധമാണ് എന്നുള്ള രൂപത്തിൽ തന്നെ ആ ഒരു വിഷയത്തെ ഏറെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അത് സംസാരിച്ചു. ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യസാലുന്നാസു ബിഖൈരി മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ ധൃതി കാണിക്കുന്ന കാലത്തെല്ലാം ജനങ്ങൾ അനുഗ്രഹത്തിലായിരിക്കുമെന്നാണ്. എപ്പോഴാണോ നോമ്പ് തുറക്കേണ്ടത് അതിനെ തൊട്ട് പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല, അതിനെ പിന്തിപ്പിക്കാൻ പാടില്ല. എപ്പോഴാണോ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയമാകുന്നത് അപ്പോൾ തന്നെ ആ ബാങ്കിൻ്റെ വിളി കേട്ട് കഴിഞ്ഞാൽ ഉടനെ അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അവിടെ ഈ നോമ്പ് തുറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പറഞ്ഞു, ഈ വിഷയത്തിൽ വൈകിപ്പിക്കുന്ന പ്രവണതയുള്ളത് യഹൂദികളായിട്ടുള്ള ആളുകൾക്കാണ് എന്നർത്ഥം. അങ്ങനെ യഹൂദികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങളുടെ ആരാധനകൾ ഉണ്ടാകാൻ പാടില്ല. വേദക്കാരായിട്ടുള്ള ആളുകൾ അവർ അള്ളാഹുവിനെ അനുസരിക്കാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവണതയാണ് മുൻകാലങ്ങളിൽ അവർ കാണിച്ചു വച്ചത്. ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ അവർ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു പ്രവർത്തനം
അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ കണിശമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു. അത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിലൂടെ തന്നെ നമുക്ക് ഈ കാര്യം അതിൻ്റെ ഗൗരവം കാണാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തക്കൂനു, നിങ്ങളാകരുത്, ഏതുപോലെ കല്ലദീന ആദൗ മൂസ, മൂസായെ പ്രയാസപ്പെടുത്തിയ ആളുകളെപ്പോലെ. അതായത് മൂസാ നബി അലൈഹിസ്സലാമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കുമ്പോൾ ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുധാവനം ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ആളുകൾ. പക്ഷേ അവർ മൂസാ നബിയെ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്തത്. മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ മൂസാ നബിയുടെ അനുയായികൾ അവരെ ഒരുപാട് പ്രയാസപ്പെടുത്തി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ വിഷയത്തിൽ പ്രവാചകൻ നേരിട്ടു. ആ പ്രവാചകൻ്റെ കാലശേഷം ആ പ്രവാചകൻ അവരിലേക്ക് വിട്ടേച്ചു പോയ തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം അതനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആളുകൾ ആ തൗറാത്തിൽ മാറ്റത്തിരുത്തലുകൾ സംഭവിപ്പിച്ചുകൊണ്ട് തൗറാത്തിലെ പല നിയമങ്ങളും അനുസരിക്കാതെ അവർ അതെല്ലാം കാറ്റിൽ പറത്തുന്ന സ്വഭാവമുണ്ടാവുകയുണ്ടായി. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ കണിശമായിക്കൊണ്ട് ഇസ്ലാം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ അള്ളാഹു അത് വ്യക്തമാക്കിക്കൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ലാ തകൂനു കല്ലദീന ആദൗ മൂസ, മൂസായെ പ്രയാസപ്പെടുത്തിയ പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മുഹമ്മദ് നബിയെ പ്രയാസപ്പെടുത്തരുത്. മുഹമ്മദ് നബിയെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ളപ്പോൾ സ്വഹാബികൾക്ക് അത് ബാധകമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മെ വിട്ടേച്ചു പോയിട്ടുണ്ട്, പ്രവാചകൻ വഫാത്തായിപ്പോയി. അതുകൊണ്ട് ഇന്ന് ബാക്കിയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അവിടുത്തെ അധ്യാപനങ്ങളാണ്. ആ അധ്യാപനങ്ങൾക്ക് നേരെ ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് അതിൻ്റെ താല്പര്യം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പുകാരനോട് അനുശാസിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് പാലിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ നോമ്പുകാരനായിട്ട് തുടരണം എന്നുള്ളതാണ് റമദാൻ മാസത്തിൽ ഒരു വലിയ സന്ദേശമായിക്കൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഈ വിഷയം അവതരിപ്പിക്കാനുള്ളത്. എല്ലാവരും നോമ്പുകാരനായിട്ടുള്ള ആളുകൾ എല്ലാവരും ആ നോമ്പിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് വളരെ നല്ല ഒരു രൂപത്തിൽ വിശുദ്ധിയോടുകൂടിയിട്ട് ഈ മാസത്തിലെ നോമ്പ് നോറ്റ് വീട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.